2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. 2026 കൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ UDF തന്നെ ശിഥിലമാകും, കോൺഗ്രസ് പാർട്ടി തന്നെ ഇല്ലാതാകും. VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിജയിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കരുത്ത് ഇനിയും അറിയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കമാണിപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പല മന്ത്രിമാരെക്കുറിച്ചും അതൃപ്തി ആണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ ഉറപ്പായും തോൽക്കുമെന്നുള്ള ചില മന്ത്രിമാരുണ്ട്. അവരിലേക്ക് പോയാൽ ഒരു 6 മന്ത്രിമാർ എന്തായാലും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അവർ തോൽക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം. കൊട്ടാരക്കരയിലേക്ക് പോയാൽ, കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബാലകൃഷ്ണപിള്ളയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ പിന്നീട് ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് ഐഷ പോറ്റി CPM ആ മണ്ഡലം നേടിയെടുത്തു. ഐഷ പോറ്റിക്ക് ഓരോ തവണയും ഭൂരിപക്ഷം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അവസാനം 2016 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി വിജയിച്ചത്. 2021 വന്നിട്ട് മണ്ഡലം പിണറായിയുടെ വിശ്വസ്തനായിട്ടുള്ള ബാലഗോപാലിന് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നൊരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ബാലഗോപാൽ വിജയിച്ചത്. ബാലഗോപാലിനെ കുറിച്ച് അതൃപ്തിയുണ്ട്. ധനകാര്യ വകുപ്പ് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. ഇതിത്രയും ആകുമ്പോൾ കൊട്ടാരക്കരയിൽ ഭരണം UDF-ന് അനുകൂലമാക്കി മാറ്റാനാണ് സാധ്യത. BJP അവിടെ വലിയ നിർണായക ശക്തി കൂടിയാണ്. BJP വോട്ട് പിടിക്കുന്നത് അത് UDF-ന് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് കളമശ്ശേരി. CPM-ൻ്റെ വലിയ സൈദ്ധാന്തിക ആചാര്യനാണ് P. രാജീവ്. അത് ലീഗിൻ്റെ മണ്ഡലമാണ്. UDF-ലെ ഘടകകക്ഷിയായ ലീഗ് 2011 2016 ലീഗിലെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു. പിന്നീട് പാലാരിവട്ടം പാലത്തെക്കുറിച്ച് വലിയ അഴിമതി ആരോപണങ്ങളും പാലത്തിൻ്റെ തകർച്ചയും എല്ലാം കൂടിയായി കഴിഞ്ഞപ്പോൾ, പഞ്ചവടി പാലമായി കഴിഞ്ഞപ്പോൾ അവിടെ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കാതെ അദ്ദേഹത്തിൻ്റെ മകൻ 2021 അബ്ദുൾ ഗഫൂർ മത്സരിച്ച് ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ P. രാജീവ് വിജയിക്കുകയും അബ്ദുൾ ഗഫൂറിന് പരാജയം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ലീഗിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഈ സീറ്റ് എടുത്തിട്ട് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലീഗിന് കൊച്ചി കൊടുക്കും എന്നാണ് അറിയുന്നത്. കളമശ്ശേരിയിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് വളരെ നിർണായകവുമാണ്. പക്ഷെ എന്തായാലും ചിലരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തന്നെ വലിയ തയ്യാറെടുപ്പ് നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്ത് ഇറക്കുകയാണ്. അങ്ങനെ കൊച്ചി മണ്ഡലം ലീഗിന് കൊടുക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ പിന്നീട് വരുന്നത് തൃത്താല മണ്ഡലമാണ്. തൃത്താല മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം നടക്കും. BJP-യുടെ സന്ദീപ് വാര്യരായിരുന്നു മുമ്പ് 2016 അവിടെ മത്സരിച്ചത്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലാണ്. സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ഈ തൃത്താല മണ്ഡലത്തിൽ MP രാജേഷ് VT ബൽറാമിനെ 2021 3000 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. VT ബൽറാമിനെ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. അപ്പോൾ കടുത്ത മത്സരത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. BJP-യും അവിടെ വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കും. 4ാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും ഇപ്പോൾ LDF-ൻ്റെ കൈവശമാണ്.
2026 ഇതിൽ 5-ൽ 4 മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് LDFന് നഷ്ടപ്പെടും. അതിൽ ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലം, വീണ ജോർജിൻ്റെ മണ്ഡലം. 2016-ലും 2021-ലും മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. വീണ ജോർജിനെ കുറിച്ച് കേരളം മുഴുക്ക പരാതിയാണ്. കേരളം മുഴുവൻ ആരോഗ്യരംഗത്തെ തകർത്തു എന്നുള്ള രീതിയിൽ. അത് ആറന്മുളയിൽ ഒന്നുകൂടി അതിശക്തം. CPM-ൽ തന്നെ വിഭിന്ന സ്വരമാണ് ആറന്മുളയിൽ നിന്ന് വീണ ജോർജിനെതിരെ ഉയരുന്നത്. അവിടെ കോൺഗ്രസ് ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചുമ്മനെ ആയിരിക്കും. അപ്പോൾ വീണ ജോർജിൻ്റെ അതേ സഭയുടെ തന്നെ വരുന്ന ആളായതുകൊണ്ട് കൂടുതൽ ആ സഭയുടെ വോട്ട് നേടാൻ കഴിയും എന്നുള്ളതും ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൾ, ഉമ്മൻചാണ്ടിയോടുള്ള ആ ഒരു സ്നേഹപ്രകടനം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിജയം ഉറപ്പിക്കാൻ കഴിയുന്നിടം തന്നെയാണ് UDFന് ആറന്മുള മണ്ഡലം. ശിവദാസൻ നായരുടെ കയ്യിലിരുന്ന മണ്ഡലമാണ് 2016-ൽ വീണ ജോർജ് CPM-ന് വേണ്ടി പിടിച്ചെടുത്തത്. 5ാമത് വരുന്ന മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ BJP വലിയ മുന്നേറ്റം കുറിച്ച മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട UDFിലെ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പാണ്. ജോസഫ് ഗ്രൂപ്പിൽ വരുന്ന തോമസ് ഉണ്ണിയാടനാണ് ബിന്ദുവിനെതിരെ മത്സരിച്ചു. 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രി ബിന്ദു ജയിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും മന്ത്രി ബിന്ദു കൊച്ചമ്മയെക്കുറിച്ചുമൊക്കെ പരക്കെ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ബിന്ദുവിനെ മത്സരിപ്പിക്കാൻ തന്നെ ഇറക്കുമെന്ന് സംശയമാണ്. അഥവാ ഇറങ്ങിയാൽ തന്നെ ആ മണ്ഡലം സുഖമായിട്ട് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തും. അവിടെ കോൺഗ്രസ് അവിടെ യുവനിരയിൽ നിന്നുള്ള ഒരാളെ ആയിരിക്കും അവിടേക്ക് കൊണ്ടുവരിക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലമാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സജി ചെറിയാനാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്നു. പിന്നീട് 2021-ലും വിജയിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത നടക്കുന്ന, CPM-ലെ വിഭാഗീയത നടക്കുന്ന ഇടവും കൂടിയാണ്. പക്ഷേ സജി ചെറിയാൻ ചില ഇടങ്ങളിൽ ചില ജനകീയത നിൽക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ എതിരഭിപ്രായവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവിടെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത, മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാനെ എതിരിട്ട വിജയകുമാറിൻ്റെ മകൾ ജ്യോതി വിജയകുമാറിനായിരിക്കും. ജ്യോതി വിജയകുമാർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ പരിഭാഷയായിട്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ ഏവർക്കും അറിയാവുന്ന അതുമാണ്. അപ്പോൾ അതിശക്തമായ മത്സരം നടക്കും. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടുകൂടി അത് UDFന് കൈക്കലാക്കാമെന്നുള്ള കണക്കുകൂട്ടലുമാണുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു ഇടം പറയാവുന്നത് നേമം മണ്ഡലമാണ്. നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടി മത്സരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ മത്സരിച്ചാൽ പരാജയവും ഉറപ്പുമാണ്. അത് BJP തന്നെ പിടിച്ചെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഒരു തരംഗത്തിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വലിയ മുന്നേറ്റം കുറിച്ച മണ്ഡലമായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ CPM മന്ത്രിമാർക്ക് കനത്ത പരാജയം 2026-ൽ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണക്കുകൂട്ടൽ.